ഇറാനും ഇസ്രായേലും യുദ്ധം നടന്നല്ലോ. സോ ആ സമയം മുതൽ ഗാസ സൈഡിൽ ബ്ലോക്ക് ചെയ്യണം അവർ. ഫുഡിൻ്റെ ഡെലിവറി എല്ലാം ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ പലരും ഭക്ഷണം കിട്ടാതെ അങ്ങനെ മരിച്ചു പോകണു. എത്ര പേരാണെന്നറിയാം ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകണത്. സാധാരണ 10 ലോഡ് എത്തേണ്ട സ്ഥലത്ത് 2 ലോഡ് സാധനങ്ങൾ എത്തുന്നുള്ളൂ, അല്ലെങ്കിൽ 1 ലോഡ് എത്തുന്നുള്ളൂ. അവർ കംപ്ലീറ്റ്ലി അവിടെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുക ഗാസ സൈഡിലേക്ക് ഫുഡ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും സുഖമായിട്ട് ആൾക്കാരെ വെടിവെച്ച് കൊല്ലാതെ അല്ലെങ്കിൽ ബോംബിട്ട് കൊല്ലാൻ പറ്റിയ ഒരു രീതിയാണ് ഇസ്രായേൽ ചെയ്യണത്. ഈ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് 1300 പേരോളം ഇസ്രായേൽ കൊന്നു കളഞ്ഞു. ഈ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെന്തായാലും AK-47 കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ലല്ലോ. അല്ലെങ്കിൽ ഈ ഒരു ചെറിയ കുട്ടികൾ വരെയുള്ള ഇത് AK-47 തോക്കോ ബോംബോ ഗ്രനേഡോ ഒന്നും ഉപയോഗിച്ചിട്ടല്ലല്ലോ. അവരെ പോലും ഇത് സത്യസന്ധമായിട്ട് ന്യൂസ് പുറലോകത്തെത്തിച്ച ജേർണലിസ്റ്റുകളെ വരെ ഇവർ കൊന്നു കളഞ്ഞു. ഏകദേശം 200ഓളം ജേർണലിസ്റ്റുകൾ മരണപ്പെട്ടു.